نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹധരണീയനായ വിശ്വാസിനി സഹോദരങ്ങൾ, നാം ഇവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് നമുക്കെല്ലാം ആവശ്യമുള്ളതും അതിലധികവുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും നമ്മളുടെ മേൽ വർഷിച്ചു. ഇനി ഒരിക്കൽ അവൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളെ എല്ലാം അവങ്കിലേക്ക് തന്നെ മടക്കുവാൻ കേൾപ്പുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കഴിവിൽ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി ആദ്യം എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇംറാനിൽ ഒരുപാട് ഖൈറുകൾ നമ്മളെ ഒരേ രീതിയിൽ നമ്മളെ അറിയിക്കുന്ന കുറച്ച് ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. 133 ആയത്ത് മുതൽ 133 വചനം മുതൽ കുറേ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അറിയിക്കുകയാണ്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നമ്മളുടെയൊക്കെ പരമമായ ലക്ഷ്യം സ്വർഗ്ഗം. ആ സ്വർഗം നേടുവാനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. വസാരിഉ, നിങ്ങൾ ധൃതിപ്പെടുക. ധൃതിപ്പെടാനാണ് പറയുന്നത്. ഇസ്ലാമിൽ പൊതുവിൽ ധൃതി അത്ര പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. ധൃതി പിശാചിൽ നിന്നുമാണെന്ന് നമുക്കറിയാം. അൽ അജലതു മിൻ ശൈത്താൻ. ധൃതി കൂട്ടുന്നത് പൈശാചികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പക്ഷെ നന്മയിലേക്കുള്ള ധൃതിപ്പെടൽ അതിന്റെ പരിധിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിലേക്ക് ധൃതിപ്പെട്ട് വരുന്ന അവസ്ഥ, മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ഓടി വരുന്ന സന്ദർഭം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നമസ്കാരാനന്തരം ആളുകളെ, സഹാബാക്കളെ കവച്ചു വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയ സന്ദർഭം നമ്മൾ കേട്ടിട്ടുണ്ട്. വീട്ടിൽ ഒരു ദിർഹമോ ദീനാറോ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം അത് എൻ്റെ കൈവശം ഉണ്ടായിരിക്കാൻ പാടില്ല. അത് ഒരാളുടെ അവകാശമായി ഞാൻ കൊടുക്കേണ്ട സ്വതക്കയാണ് എന്ന് ബോധ്യമുള്ള റസൂലുള്ളാഹി എന്ത് ചെയ്യുന്നു? സല്ലല്ലാഹു അലൈഹി വസല്ലം ധൃതിപ്പെടുന്നു. അതുപോലെ നമുക്ക് നന്മയിലേക്ക് ധൃതിപ്പെടുവാൻ ഇസ്ലാം വളരെ ശക്തമായി പ്രേരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ധൃതിപ്പെടുക. എന്തിലേക്കാണ് ധൃതി? ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനം. പാപമോചനം നമുക്ക് വളരെ ആവശ്യമാണ്. പാപം, ഒരു ചെറിയ പാപം പോലുമായി നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരായെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. അതൊന്നുകിൽ ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു നമ്മളെ പരീക്ഷിച്ചുകൊണ്ടാകാം, അതിലൂടെ നമ്മളുടെ പാപങ്ങൾ പരിഹരിച്ചുകൊണ്ടാകാം. അതല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണശേഷം ബർസഖിൽ വെച്ച് നമ്മളെ ശിക്ഷിച്ചുകൊണ്ടാകാം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതല്ലെങ്കിൽ മഹ്ശറിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് അവൻ പുറത്തു തന്നെങ്കിൽ, അതുമല്ലെങ്കിൽ നരകത്തിലിട്ട് അള്ളാഹു ശുദ്ധീകരിച്ചിട്ടല്ലാതെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും എല്ലാം കാത്തുരക്ഷിക്കട്ടെ. ഈ രീതിയിൽ നമ്മളുടെ പാപങ്ങൾ നഷ്ടപ്പെടാതെ
ഈ 4 രീതികളിലൊന്നിൽ നമ്മളുടെ പാപം മുഴുവനായും നഷ്ടപ്പെടാതെ നമുക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ പാപമോചനം, മഗ്ഫിറത്ത്, അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് ധൃതിപ്പെടാൻ അല്ലാഹുവേ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്, അതുപോലെ അസ്തഗ്ഫിറുല്ലാഹ് എന്നതിന്റെ ഇസ്തിഗ്ഫാറിന്റെ പല രീതിയിലുള്ള വകഭേദങ്ങൾ നമുക്കറിയാം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് തുടങ്ങുന്ന ദുആ. അതുപോലെ തന്നെ ഒരുപാട് ഇസ്തിഗ്ഫാറിന്റെ വകഭേദങ്ങൾ പഠിച്ചവരായിരിക്കാം നമ്മൾ. അതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ആ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചുകൊണ്ട് ആ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ മുന്നിടുക. മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള, വജന്നതിൻ, സ്വർഗ്ഗത്തിലേക്കും. മഗ്ഫിറത്തിലേക്ക് മുന്നിടുക, ധൃതിപ്പെടുക, അതുപോലെ തന്നെ സ്വർഗ്ഗത്തിലേക്കും. ഈ ദുനിയാവാകരുത് നമ്മളുടെ ലക്ഷ്യം. ഇതിനും അപ്പുറത്തേക്ക് മറ്റൊരു ലോകമാണ് നമ്മളുടെ ലക്ഷ്യം. അല്ലാഹുമ്മ ലാ തജ്അൽ ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥനകളിൽ ഒന്നായിരുന്നു, അല്ലാഹുവേ ലാ തജ്അൽ ദുനിയ, ഈ ദുനിയാവിനെ ആക്കരുതേ, അക്ബറ ഹമ്മിനാ, ഞങ്ങളുടെ ഏറ്റവും വലിയ വ്യാകുലത, ഏറ്റവും വലിയ ഉത്കണ്ഠ ഈ ദുനിയാവാക്കരുത്. ദുനിയാവിലെ ഉള്ള ഉത്കണ്ഠയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളാക്കി ഞങ്ങളെ മാറ്റരുതെന്ന പ്രാർത്ഥന. നമ്മളുടെ ഉത്കണ്ഠ ദുനിയാവിലല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്കണ്ഠ ആഖിറത്തിനെ കുറിച്ചിട്ടാണ്. അവരുടെ വ്യാകുലതകൾ, അവരുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ അത് ദുനിയാവിലല്ല, ആഖിറത്തിലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥന സൂചിപ്പിക്കുന്നത്. ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ, ഞങ്ങളുടെ അറിവിന്റെ പരിധിയും ഇതാക്കരുത്. ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, സമൂഹത്തിൽ വലിയ വലിയ അറിവുകൾ നേടിയവർ, വലിയ ദുനിയാവിന്റെ വലിയ പദവികൾ കരസ്ഥമാക്കിയവർ, വലിയ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നവർ. മാഷാ അല്ലാഹ്, നല്ലത് തന്നെയാണ്. പക്ഷെ അല്ലാഹുവിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരൊന്നും അറിഞ്ഞിട്ടില്ല. ഈ ദുനിയാവിൽ മാത്രമാണ് അവരുടെ അറിവ് പരിമിതമായിട്ടുള്ളതെങ്കിൽ അവരൊന്നും അറിഞ്ഞിട്ടില്ല. യഥാർത്ഥ അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്, പരലോകത്തെ കുറിച്ചുള്ള അറിവാണ്, നമ്മളുടെ യഥാർത്ഥ ജീവിതത്തെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ കെട്ടിക്കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായാൽ അതിനെ ഭയക്കുക. നമ്മളുടെ ആഖിറത്തിനെ കുറിച്ചുള്ള വ്യാകുലത, എന്റെ അവസ്ഥ എന്തായിരിക്കും? മഹ്ശറിൽ ചെന്ന് നിൽക്കുമ്പോൾ, അള്ളാഹുവിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് എന്ത് മറുപടിയാണ് നൽകാൻ ഉണ്ടാവുക? എന്റെ ഗ്രന്ഥം വലതു കൈയിൽ മുന്നിലൂടെ ലഭിക്കുമോ, അതല്ല ഇടതു കൈയിൽ പിറകിലൂടെ ലഭിക്കുമോ? സിറാത്ത് പാലം കടന്നു പോകുമ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതുപോലെ വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ അടുക്കൽ വന്നെത്തിയിട്ടില്ലാതെ. അതുകൊണ്ട് അല്ലാഹു സൂചിപ്പിക്കുന്നത് നരകത്തിന് കുറുകെ അല്ലാഹു സ്ഥാപിച്ചിട്ടുള്ള സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകാത്തവരായി നിങ്ങളിൽ ഒരാളും തന്നെ ഉണ്ടാവില്ല. സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കരയുകയാണ്. മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം കരയുന്നു, ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട്. അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് താങ്കൾ കരയുന്നത്? മരണം വന്നെത്തിയതിന്റെ പേരിലാണോ? അപ്പോൾ പറഞ്ഞു, അല്ല, നിങ്ങളിൽ ഒരാളും തന്നെ ആ നരകത്തിന്റെ അടുക്കൽ എത്തിപ്പെടാതെ ഇല്ല. അവിടെ നിന്നും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് എന്റെ ഭയം. അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത്. സഹോദരങ്ങളെ, സ്വഹാബാക്കൾ പോലും ആ സിറാത്ത് പാലത്തിൽ അത് കടന്നെനിക്ക് അപ്പുറം എത്താൻ കഴിയുമോ, അതല്ല അതിനിടയിൽ വെച്ച് ഞാൻ നരകത്തിലേക്ക് ആപതിച്ചു പോകുമോ എന്ന് ഭയത്താൽ അതായിരുന്നു അവരുടെ ഭയം, അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വ്യാകുലത, അതായിരുന്നു അവരുടെ ഉത്കണ്ഠ. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഈ ദുനിയാവിൽ മാത്രമാണോ ഉള്ളത് എങ്കിൽ നമ്മൾ സൂക്ഷിക്കുക. നമ്മളുടെ ഈമാനിന് കാര്യമായ തകരാറുണ്ട്. നമ്മളുടെ ഈമാനിനെ ഒരുപാട് നല്ല രീതിയിൽ ഇനിയും ശരിയാക്കലുകൾ വേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ വജന്നത്തിൻ, നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യമായ ജന്ന, 7 ആകാശങ്ങളും ഭൂമിയും വിശാലമായ വിസ്തൃതമായ സ്വർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊണ്ട് സ്വഹാബാക്കളെ പ്രചോദിപ്പിക്കുന്ന ഒരു രംഗം കാണാം. യുദ്ധത്തിൽ തളർന്നിരിക്കുന്ന സ്വഹാബാക്കൾ, അവരെ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് അവർക്ക് മുമ്പിൽ ഓതുകയാണ്. സഹോദരങ്ങളെ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബികും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർദ്, 7 ആകാശങ്ങളും ഭൂമിയും വിസ്തൃതമായ സ്വർഗ്ഗത്തിലേക്കും
നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടൂ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ട് ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സഹാബി എന്ത് ചെയ്തുവെന്ന് നമുക്കറിയാം. ആ സഹാബി ചോദിക്കുകയാണ്, നബിയേ സുബ്ഹാനല്ലാഹ്, 7 ആകാശങ്ങളും ഭൂമിയും വിശാലമായ സ്വർഗമോ? ഇതിലെന്താണ് അത്ഭുതം? സ്വർഗത്തിന് അത്ര തന്നെ വിസ്തൃതി ഉണ്ടാവുകയില്ലേ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ സ്വഹാബിക്ക് മനസ്സിലായ കാര്യം നമ്മളിൽ പലർക്കും മനസ്സിലായിട്ടുണ്ടാകില്ല. സ്വഹാബിക്ക് മനസ്സിലായി അതൊരാൾക്ക് ലഭിക്കാനുള്ള സ്വർഗമാണ്, ഓരോരുത്തർക്കും ലഭിക്കാനുള്ള സ്വർഗമാണ്. സഹോദരങ്ങളെ, 7 ആകാശവും ഭൂമിയും വിസ്തൃതമായ സ്വർഗം ഓരോരുത്തർക്കും ലഭിക്കാനുള്ള സ്വർഗമാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ടുകൊണ്ട് സ്വഹാബി എന്ത് പറഞ്ഞു? ഇത് കേട്ടുകൊണ്ട് പറഞ്ഞു, ഈ ഈന്തപ്പഴം കഴിക്കാൻ എടുക്കുന്ന സമയം പോലും ഞാൻ എടുക്കുന്നത് അത് സമയ നഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഈന്തപ്പഴം വലിച്ചെറിഞ്ഞ് യുദ്ധങ്ങളത്തിലേക്ക് ഇറങ്ങി പോരാടി ഷഹീദായി അല്ലാഹുവിന്റെ മാർഗത്തിൽ ആകുന്ന സഹാബാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഈ രീതിയിൽ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ, അല്ലാഹുവിലേക്ക് ഓടിയെടുക്കുവാൻ വെറുതെ ഒന്നും ലഭിക്കുന്നതല്ല സ്വർഗം, മുത്തഖീങ്ങൾക്ക് മാത്രം കിട്ടുന്നത്. അത് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആർക്ക് മാത്രമാണ്? തഖ്വയുള്ളവർക്ക് മാത്രമാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് മാത്രമാണ്. എന്താണ് തഖ്വ? അൽ-ഇംതിസാൽ ബിഅവാമിരിഹി വജ്തിനാബ് നവാഹിഹി. അല്ലാഹുവിന്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുക. അല്ലാഹുവിന്റെ കൽപ്പന എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു അതൊക്കെ ചെയ്യുക. അല്ലാഹു എന്തൊക്കെ വിരോധിച്ചു അതൊക്കെ ഒഴിവാക്കുക. അതാണ് തഖ്വ. ആ തഖ്വയോടെ ജീവിതം വളരെ സൂക്ഷ്മമായി മുന്നോട്ട് കൊണ്ടുപോയവർക്കല്ലാതെ സ്വർഗ്ഗം ലഭിക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സഹോദരങ്ങൾ, അതിനാകണം നമ്മളുടെ മത്സരം, അതിലേക്കാകണം നമ്മളുടെ എല്ലാ തരത്തിലുമുള്ള നമ്മളുടെ ആവേശം. യഥാർത്ഥ ജീവിതമായിട്ടുള്ള പരിഭവം അതായിരിക്കണം നമ്മളുടെ പ്രധാനപ്പെട്ട ഉത്കണ്ഠ. ഈ വളരെ നിസ്സാരമായ, അവിടെ ആളുകൾ സംസാരിക്കില്ലേ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വളരെ ചെറിയ ഒരു സമയം, വൈകുന്നേരമോ ഒരു ദുഹാ സമയം, ഇളയുച്ച സമയം, ഏതാനും ചില മണിക്കൂറുകൾ, 3-4 മണിക്കൂറുകൾ മാക്സിമം, പരമാവധി, അത്രയും മാത്രമേ ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ എന്ന ആളുകൾ നമ്മളടക്കം ഇൻഷാ അല്ലാഹ് പറയാനുള്ള ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതോടെ എല്ലാം തീരും. ഇവിടെ വെച്ച് നമ്മൾ അവസാന ശ്വാസം വരെ നമ്മൾ എന്ത് ചെയ്തുവോ അത് മാത്രമേ നമുക്ക് അവിടെ കാണാൻ സാധിക്കൂ. മറ്റാരുടെയും ഒന്നും, മറ്റാരുടെ വകയും ഒരു ശുപാർശയും ഒരാളുടെയും ഒരു തരത്തിലുമുള്ള സ്വാധീനവും ഒന്നും വിലപ്പോവാത്ത ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമലുകളിൽ മുന്നേറുക, അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് മുന്നേറുക, അലസത ബാധിച്ചവരാകാതിരിക്കുക, അശ്രദ്ധ ബാധിച്ചു പോയവരാകാതിരിക്കുക, അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ, അല്ലാഹുവേ റബ്ബേ എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. ഏത് സമയത്തും അല്ലാഹു അല്ലാതെ മറ്റൊരു വലിയ നമുക്കില്ല. അല്ലാഹു മാത്രമാണ് നമ്മളുടെ രക്ഷാധികാരി. മറ്റാരെയൊക്കെ മുസ്ലിം സമുദായത്തിന്റെ രക്ഷാധികാരികളായ ആളുകൾ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നുവോ അതെല്ലാം വ്യർത്ഥമാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹു മാത്രമാണ് വിശ്വാസികളുടെ രക്ഷാധികാരി. ഈമാനാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ കരുത്ത്. ആ ഈമാനില്ലെങ്കിൽ എല്ലാം നശിച്ചു. നമ്മൾ മുഅ്മിനാകുവാൻ ഒരാളെ നിർബന്ധിക്കുന്നില്ല. മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് വിശ്വാസികളാകാം, ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് കാഫിറുകളുമാകാം, അവിശ്വാസികളുമാകാം. ഇസ്ലാം ആരെയും നിർബന്ധിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഈ ദീനിൽ ബലപ്രയോഗമേ ഇല്ല. അല്ലാഹുവിന് എന്തെങ്കിലും ലഭിക്കാനുണ്ടോ നമ്മളുടെ ഈമാനിനെ കൊണ്ട്? അല്ലെ, നമുക്കറിയില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാവരിൽ നിന്നും ഐശ്വര്യവാനാണ്. നമ്മൾ ഇബാദത്ത് ചെയ്ത് നമ്മൾ നന്ദി കാണിച്ചാൽ നമുക്ക് തന്നെയാണ് അതിന്റെ ഉപയോഗം, അതിന്റെ പ്രയോജനം നമുക്ക് തന്നെയാണ്. ആരെങ്കിലും അവിശ്വാസം കാണിച്ചാൽ തീർച്ചയായിട്ടും അല്ലാഹു ഐശ്വര്യവാനാണ്. അല്ലാഹു നിങ്ങളുടെ ആരുടെയും നമ്മളുടെ ആരുടെയും ഇബാദത്തിന് ആവശ്യക്കാരനല്ല, മറിച്ച് ഈ ഇബാദത്ത് കൊണ്ട് നമുക്ക് തന്നെയാണ് അതിന്റെ രക്ഷയും. അതിൽ നിന്ന് നമ്മൾ പിന്മാറിയാൽ അതിന്റെ ദോഷവശങ്ങൾ ബാധിക്കാൻ പോകുന്നത് നമ്മളെ തന്നെയാണെന്നുള്ള ബോധം നമുക്കുണ്ടാകട്ടെ. എന്നിട്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം അവിടെ ആ മുത്തഖീങ്ങൾ ആരാണെന്ന് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.
الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സഹോദരങ്ങളെ, ഈ ഒരു വചനം നമ്മൾ വീട്ടിൽ പോയിട്ടാണെങ്കിലും എപ്പോഴെങ്കിലും എടുത്തു നോക്കുക. അല്ലാഹുവിന്റെ വചനം അത് വളരെ സ്പഷ്ടമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ആരാണ് മുത്തഖീങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിശദീകരിക്കുകയാണ്. അല്ലദീന യുൻഫിഖൂൻ, അവർ എന്ത് ചെയ്യുകയാണ്? അവർ ചിലവഴിക്കുന്നവരാണ്. അത് സന്തോഷമുള്ളപ്പോഴും അതുപോലെ തന്നെ നമുക്ക് അത്ര തന്നെ സന്തോഷമില്ലാത്ത സമയത്ത്, ഏത് സമയത്തും അള്ളാഹിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ നമുക്കൂടി കഴിയണം. വളരെ സന്തോഷമായിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഒരല്പം ഞെരുക്കത്തിലാണെങ്കിലും അപ്പോൾ ചിലവഴിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്വതക്ക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. കോപത്തെ ഒതുക്കി വെക്കുന്നവരാണ്. ഒതുക്കി വെക്കുക എന്ന് പറഞ്ഞാൽ കോപത്തെ പ്രകടിപ്പിക്കുന്നതിന് ചില മര്യാദകൾ, അതിന് ചില അദബുകളുണ്ട്. കോപം ഒരു മനുഷ്യർക്ക് സ്വാഭാവികമാണ്. ഇസ്ലാമിന് വേണ്ടി കോപിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ കോപിക്കണം. പക്ഷേ ആ കോപത്തെ പ്രകടമാക്കുന്നതിൽ നമുക്ക് ചില കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോപിച്ചിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും ഏതെങ്കിലും ഇസ്ലാമിക ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപം കൊണ്ട് ആരെങ്കിലും മനസ്സ് വിഷമിച്ച് വല്ലാതെ പ്രയാസപ്പെട്ട ഒരവസ്ഥ? ഒരിക്കലുമില്ല, കാണാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് അത് പ്രകടമാകും. പക്ഷെ അതുകൊണ്ട് ആ കോപം കൊണ്ട് ഒരാൾക്കും മാനസികമായി പ്രയാസം ഉണ്ടാകുന്ന തരത്തിലുള്ള സംസാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ചേഷ്ടകൾ, ഭാവഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടായിട്ടില്ല. അതാണ് കോപത്തെ ഒതുക്കി വെക്കുക എന്നതിന്റെ ഉദ്ദേശം. അതാണ്. കോപം ഉണ്ടാകും, പക്ഷെ ആ നിമിഷത്തിൽ തന്നെ ആ കോപത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവരാണ് തഖ്വയുള്ളവർ. അങ്ങനെയുള്ളവർക്ക് വലിയ പ്രതിഫലങ്ങളാണ് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയ പദവികളാണ് സ്വർഗ്ഗത്തിൽ അത്തരത്തിലുള്ള ആളുകളെ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നുണ്ട്. വൽ ആഫീന അനിൻ നാസ്, അതുപോലെ തന്നെ അഫ്വാണ്, മനുഷ്യർക്ക് വിട്ടുകൊടുക്കുക, മനുഷ്യർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെ വലിയ ഒരു വളരെ മഹാമനസ്കരുടെ ഒരു സ്വഭാവ ഗുണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ നോക്കൂ. മക്ക ഫത്ഹ് ഉണ്ടായപ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഫ്വ് ലോക പ്രശസ്തമാണ്, ചരിത്ര പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? നബിയുടെ മുമ്പിലുള്ള എല്ലാവരും അവരിപ്പോൾ ഞങ്ങൾ ശിക്ഷിക്കും എന്ന് കരുതി ഉറപ്പിച്ചു നിൽക്കുന്ന സമയത്ത് സ്വഹാബാക്കൾ ഇന്ന് ചോരച്ചൊരിച്ചിലിന്റെ ദിവസമാണ്, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമാണെന്ന് ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ, മാത്തു വിളിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നു, ഇല്ല, തിരുത്തുകയാണ്. ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, ഇന്ന് പ്രതികാരത്തിന്റെ ദിവസമല്ല, കാരുണ്യത്തിന്റെ ദിവസമാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നു, എന്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? എന്നിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? താങ്കൾ മാന്യന്റെ പുത്രനുമാണ്, മാന്യതയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്നവരുടെ മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങളിതാ സ്വതന്ത്രരാണ്, പോയിക്കൊള്ളൂ. അവരെ ഞെട്ടിച്ചുകൊണ്ട്, അക്ഷരാർത്ഥത്തിൽ തന്നെ അവരെ സ്തംഭിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം അവിടെ മാറുകയാണ്, മനസ്സുകളെ കീഴടക്കുകയാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട്? അഫ്വ് കൊണ്ട്. വിട്ടുകൊടുക്കുന്ന പ്രതികാരത്തിന് കഴിവുണ്ടാകുമ്പോഴാണ്, ഉണ്ടായിരിക്കുമ്പോൾ തന്നെയാണ് അഫ്വ് എന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കുന്നു. ഇതല്ല അഫ്വ്. അഫ്വ് എന്താണ്? എനിക്ക് ചെയ്യാൻ കഴിയും, എല്ലാ നിലക്കും പ്രതികാര നടപടികൾ സ്വീകരിക്കാൻ കഴിവുള്ളവരായിരിക്കെ തന്നെ വിട്ടുകൊടുക്കുന്നതിനെയാണ് അഫ്വ് എന്ന് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അഫ്വ് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് മാത്രമേ വർദ്ധിപ്പിക്കൂ. നമ്മളുടെ നഫ്സ് നമ്മളോട് മന്ത്രിക്കും, നീ വിട്ടുകൊടുക്കണ്ട, നിന്റെ വില നഷ്ടപ്പെടും, ആളുകളുടെ ഇടയിൽ നീ മോശക്കാരനാകും, നിന്നെ തരംതാഴ്ന്നവനായി കാണും. ഒരിക്കലുമില്ല സഹോദരങ്ങളെ, അഫ്വ് കൊണ്ട് ഇസ്സത്തല്ലാതെ അല്ലാഹു വർദ്ധിപ്പിക്കുകയില്ല എന്ന് നമ്മളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അഫ്വ് ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആളുകളാണ് തഖ്വയുള്ളവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ രീതിയിൽ അല്ലാഹുവിന്റെ അടുക്കൽ ആകാശഭൂമികളോളം വിസ്തൃതമായ സ്വർഗ്ഗത്തിലേക്കും അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അവനുള്ള സൽക്കർമ്മങ്ങളിലൂടെ
അവനുള്ള ത്വാഅത്തുകളിലൂടെ, അവനുള്ള ഇബാദത്തുകളിലൂടെ, അവനിലേക്കുള്ള ഖുർബത്തുകളിലൂടെ, ദിക്റുകളിലൂടെ, ഖുർആൻ പാരായണങ്ങളിലൂടെ, സുന്നത്ത് നമസ്കാരങ്ങളിലൂടെ, നോമ്പുകളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ എല്ലാം നമ്മൾ അടുക്കുവാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഈ തഖ്വ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഈ ഗുണങ്ങളുള്ള, അതുപോലെ സന്തോഷത്തിലും സന്താപത്തിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും കോപം ഒതുക്കി വെക്കുകയും ആളുകൾക്ക് ഇങ്ങോട്ട് ഉപദ്രവിച്ച ആളുകൾക്കും അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന മഹത്തായ സൽഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وكفى والصلاة والسلام على النبي المصطفى وعلى آله وأصحابه أهل الوفاء والتابعين ومن بهداه مكتفى. ഏറ്റവും പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, നാം ഏവരെയും സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൽ പരമാവധി കാത്തു സൂക്ഷിക്കണമേ എന്നൊരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, മുസ്ലിംകളുടെ ഐക്യം ഇസ്ലാം വളരെ ശക്തമായി മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പാശത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിന്റെ കയർ, ഹബൽ, ഹബലുല്ലാഹ്. ഏതാണ് ഹബൽ? അൽ ഖുർആൻ ഹബലുല്ലാഹിൽ മംദൂദ് മിനസ് സമാഇ ഇലൽ അർദ്. ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് നീട്ടിയിടപ്പെട്ട അള്ളാഹുവിന്റെ കയറാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതേ ഹബൽ, അള്ളാഹുവിന്റെ ഖുർആനായിട്ടുള്ള, അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള ഈ പരിശുദ്ധ ഖുർആൻ, അത് തന്നെയാണ് അള്ളാഹുവിന്റെ ഹബൽ, അള്ളാഹുവിന്റെ കയർ. അതിൽ മുറുകെ പിടിച്ച് നിങ്ങൾ ഭിന്നിക്കാതെ മുന്നോട്ട് പോകണമെന്ന് എന്നത് അള്ളാഹുവിന്റെ ആഹ്വാനമാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാൻ നമ്മളെ കൊണ്ടാകുന്ന എല്ലാ രീതിയിലുമുള്ള ശ്രമങ്ങളും ഉണ്ടാകണം. ഒരിക്കലും നിസ്സാര വിഷയങ്ങളിൽ തർക്കിച്ചുകൊണ്ട് ഈമാനിനെ നഷ്ടപ്പെടുത്തുന്നവരും സമയത്തെ നഷ്ടപ്പെടുത്തുന്നവരും ബന്ധങ്ങളെ വഷളാക്കുന്നവരുമായി നമ്മൾ മാറരുത്. തർക്കിക്കാനാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്, ഒരുപാടുണ്ട്. ഇസ്ലാമിൽ തർക്കിക്കാനുള്ള വിഷയങ്ങളാണ് കൂടുതലും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. കൈ എവിടെ കെട്ടണം, വിരലണക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നിസ്കാരത്തിന് നിൽക്കുന്ന രീതികൾ ഒരുപാടുണ്ട്, കുറച്ചൊന്നുമല്ല. നമ്മൾ അത് തേടിപ്പോയാൽ അത് മാത്രമേ നമുക്ക് മുമ്പിൽ കാണുകയുള്ളൂ. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങൾക്കിടയിലെ ഐക്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം ഗൗരവത്തോടു കൂടി ഉണർത്തിയ ഒരു കാര്യമാണെന്നുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറൂ വസാബിറൂ വറാബിതൂ വത്തഖുല്ലാഹ് ലഅല്ലകും തുഫ്ലിഹൂൻ. 4 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ആലി ഇംറാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. അല്ലയോ വിശ്വാസികളെ, ഈമാൻ സ്വീകരിച്ച ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയാണ് വിളിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക. വസാബിറൂ, നിങ്ങൾ ക്ഷമയിൽ മികവ് പുലർത്തുക. നിങ്ങളുടെ ശത്രുക്കളെക്കാൾ, ഇസ്ലാമിന്റെ നാശം ആഗ്രഹിക്കുന്ന, ഇസ്ലാമിന്റെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമുള്ള ശത്രുക്കൾ ക്ഷമിക്കുന്നതിനേക്കാൾ, അതിനേക്കാൾ ശക്തമായ മികച്ച ക്ഷമ നിങ്ങൾ കാണിക്കുക. വറാബിതു, നിങ്ങൾ പ്രതിരോധ സജ്ജരായിരിക്കുക. നിങ്ങളുടെ നിലനിൽപ്പിനെ, നിങ്ങളുടെ ഉന്മൂലനത്തിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ തന്ത്രങ്ങളിൽ നിന്നും അതിൽ നിന്നുമെല്ലാം അതിനെ പ്രതിരോധിക്കാൻ സജ്ജരായി നിങ്ങൾ ഇരിക്കുക എന്ന അല്ലാഹുവിന്റെ വാക്ക് ശ്രദ്ധേയമാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. നിസ്സാര തർക്കങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ ഐക്യത്തെ മറന്നുകൂടാ, മുസ്ലിങ്ങളുടെ ഐക്യത്തെ മറന്നുകൂടാ. അതുകൊണ്ട് ആ പ്രതിരോധം ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ജീവിക്കുന്ന നാട്ടിൽ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ സാധിക്കുക? ജനാധിപത്യപരമായി മതേതരത്വത്തിനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു സമ്മതിദാനാവകാശം നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള നമ്മളുടെ അവകാശം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പ്രതിരോധം തീർക്കാൻ സാധിക്കണം. സഹോദരങ്ങളെ, അതിൽ നിന്നും നമ്മൾ പിന്മാറരുത്. നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള നമ്മളുടെ അവകാശങ്ങൾ അതിനെ നമ്മൾ കളഞ്ഞു കുളിക്കരുത്. നമുക്കറിയാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാമാണെന്ന്. അപ്പോൾ നമ്മളുടെ അവകാശം അത് വളരെ പക്വമായി തന്നെ, വളരെ വിവേകത്തോടു കൂടി തന്നെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെയാകണം നമ്മളുടെ ഈ റിബാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ട പ്രതിരോധ സജ്ജരായിരിക്കാൻ പറഞ്ഞില്ലേ? ആ പ്രതിരോധം നമുക്ക് തീർക്കാൻ സാധിക്കേണ്ടത് എങ്ങനെയെല്ലാമാണ്, അതും അതിന്റെ ഒരു മാർഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല
മുസ്ലിങ്ങൾക്ക് ഇസ്സത്തും അന്തസ്സും ഐക്യവും അവർക്ക് മുസ്ലിങ്ങൾക്ക് എല്ലാ നിലക്കുമുള്ള ബറക്കത്തും എല്ലാ സമയവും എല്ലാ പരീക്ഷണങ്ങളെയും നേരിടാനുള്ള സന്നദ്ധതയും സജ്ജതയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സകല പാപങ്ങളും അവന്റെ അപാരമായ മഗ്ഫിറത്ത് കൊണ്ട് പുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും മരിച്ചു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രങ്ങൾ, കുടുംബങ്ങൾ, ഗുരുനാഥർ, സ്നേഹിതർ തുടങ്ങി നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കുകയും അവരെയും നമ്മളെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒന്നിച്ചു കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും പല നിലക്കും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ മാനസികമോ ശാരീരികമോ സാമ്പത്തികമോ ഏതു നിലക്കുള്ളതുമോ ആകട്ടെ, അവരുടെ മെതികറിയുന്ന അല്ലാഹു എല്ലാ നിലക്കുമുള്ള ശിഫയും സൗഖ്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക തുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദൈനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين في فلسطين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين.